ഫിഫ വേൾഡ് കപ്പ് 2026 ക്വാളിഫയർ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഏഷ്യൻ മേഖലയിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞാണ് നമുക്ക് മറ്റു മേഖലകളിലെ കൂടി ഒന്ന് സംസാരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 2-3 റീജിയൻസിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത് കോൺമെബോൾ, അതായത് ലാറ്റിൻ അമേരിക്കൻ റീജിയനിലെ ഒരു ക്വാളിഫയർ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്രസീലും അർജന്റീനയും കൊളംബിയയും ഉറുഗ്വേയും പോലത്തെയൊക്കെ രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ക്വാളിഫയർ ആണ് അവിടെ നടക്കുന്നത്. അവിടെ 10 രാജ്യങ്ങളാണുള്ളത്. അവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 6+1 ആണ് സ്ലോട്ട് ഉള്ളത്. അതായത് 6 ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷനും ഒരു ടീമിന് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിച്ചിട്ടുള്ള ഒരു യോഗ്യതയുമാണ് നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മത്സരങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 ടീമുകളും തമ്മിൽ പരസ്പരം ഹോം ആൻഡ് എവേ ഫോർമാറ്റിൽ കളിക്കും. അതായത് 18 മത്സരങ്ങൾ കളിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന 6 ടീമുകൾക്ക് ഡയറക്റ്റ് വേൾഡ് കപ്പിലേക്കുള്ള ഒരു യോഗ്യതയും 7ാം സ്ഥാനത്തെത്തുന്ന ടീമിന് ഈ പറഞ്ഞൊരു പ്ലേ ഓഫ് കളിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തവണ വരെ 4 ടീമുകൾക്ക് മാത്രമായിരുന്നു ഒരു യോഗ്യത ഉണ്ടായിരുന്നത്. ഇത്തവണയാണ് ഈ പറഞ്ഞ പോലെ ടീമുകളുടെ എണ്ണം കൂട്ടിയപ്പോഴാണ് ഈ ഒരു 6+1 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നത്. എന്താണെങ്കിലും ഈ മേഖലയിൽ നിന്ന് അർജന്റീന ഇതിനോടകം തന്നെ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റു ടീമുകൾക്കൊന്നും ഇപ്പോഴും ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇക്വഡോർ, ഉറുഗ്വേ, ബ്രസീൽ, പരാഗ്വേ, കൊളംബിയ എന്നീ രാജ്യങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു സ്ഥാനക്രമത്തിലാണ് ടീമുകൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനി 4 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് എല്ലാ ടീമുകൾക്കും. അപ്പം വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ടീമുകൾ ഒരു യോഗ്യതയിലേക്ക് എത്തും എന്നുള്ളതാണ്. 2ാം സ്ഥാനം മുതൽ 6ാം സ്ഥാനം വരെ നിൽക്കുന്ന ടീമുകൾ തമ്മിൽ 3 പോയിന്റിന്റെ ഡിഫറൻസേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ 7ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ടീമുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വലിയ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രസീൽ നിലവിൽ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പലർക്കുമുള്ളൊരു ചോദ്യമാണ്, ബ്രസീൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളത്. 4 ടീമേ ഇത്തവണയും ഉണ്ടായിരുന്നുള്ളെങ്കിൽ ബ്രസീലിന് അത് വലിയൊരു ചലഞ്ചായി മാറിയേനെ. പക്ഷേ ടീമുകളുടെ എണ്ണം കൂട്ടിയത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമായിട്ട് മാറുന്നു. ബ്രസീൽ കളിക്കാൻ തന്നെയാണ് സാധ്യത. അവർ പ്ലേ ഓഫ് കളിക്കാതെ തന്നെ ഒരു യോഗ്യത നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിന് 4 മത്സരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ എതിരാളികൾ എന്ന് വെച്ചാൽ ഇക്വഡോർ, പരാഗ്വേ, ചിലി, ബൊളീവിയ എന്നീ രാജ്യങ്ങളാണ്. ഇതിൽ ആദ്യ ലെഗ് കളിച്ച സമയത്ത് ഇക്വഡോറിനെതിരെ അതുപോലെ ചിലിക്കെതിരെയും ബൊളീവിയക്കെതിരെയും വിജയം നേടാൻ സാധിച്ചു. ബൊളീവിയക്കെതിരെ 5-1 എന്നൊരു വലിയ വിജയം നേടാൻ സാധിച്ചിരുന്നു. പരാഗ്വേക്കെതിരെ മാത്രമാണ് ഒരു പരാജയം നേരിടേണ്ടി വന്നത്. എന്നാൽ നിലവിൽ ഇപ്പം ഇക്വഡോർ നല്ല ഫോമിലൊക്കെ തന്നെയാണുള്ളത്. ഇക്വഡോർ ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത്തവണത്തെ നല്ലൊരു ക്യാമ്പയിൻ തന്നെയാണ് ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബ്രസീൽ ഇത്തവണത്തെ ഒരു ക്വാളിഫയിങ് സ്റ്റേജിൽ ഇപ്പോൾ സോഫാർ തന്നെ ഏതാണ്ട് 5 മത്സരങ്ങളോളം തോറ്റു. സമീപകാലത്തെ ഏറ്റവും ഒരു മോശം റെക്കോർഡാണ് ഇത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും മത്സരങ്ങളും തോക്കുന്നൊരു സാഹചര്യമേ ബ്രസീലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇത്തവണ പല കാരണങ്ങളുണ്ട്. ഇപ്പം കോച്ചസ് മാറി വരുന്ന സാഹചര്യം ഉണ്ടായി, പ്ലേയേഴ്സിൻ്റെ ഫോം, ക്ലബിലൊക്കെ നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും, പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങൾ, ഇതൊക്കെ ബ്രസീലിനെ വല്ലാതെ വലച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം അർജന്റീന മികച്ച ഫോമിൽ തന്നെയാണുള്ളത്. 2022 വേൾഡ് കപ്പിൽ ഒക്കെ എങ്ങനെ അവസാനിച്ചു അതേ നിലയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം അതിനുശേഷം വീണ്ടും കോപ്പ അമേരിക്ക അടിച്ചു. വേൾഡ് കപ്പ് യോഗ്യത ഇതിനോടകം തന്നെ ഉറപ്പാക്കി കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി. മെസ്സി ഇല്ലാണ്ട് കൂടി ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ബ്രസീൽ മത്സരത്തിൽ 4-1 എന്ന് പറയുന്നൊരു സ്കോറിൽ വിജയിക്കാനായിട്ടൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. പെറും ചിലിയും ഏതാണ്ട് വേൾഡ് കപ്പ് ക്യാമ്പയിൻ അവസാനിച്ചു എന്നുള്ളത് തന്നെ പറയാം. ബാക്കിയുള്ള ടീം വെനസ്വലയ്ക്കാണ് പ്ലേ ഓഫിൽ സാധ്യത കൂടുതൽ. ഇനിയും പറഞ്ഞ 4 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും ഇക്കാര്യത്തിൽ വരില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കോൺകക്കാഫ് റീജിയനിലേക്ക് വരുന്ന സമയത്ത്, കോൺകക്കാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയാണ്. അപ്പോൾ അവിടുത്തെ ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 2nd റൗണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞൊരു 3rd റൗണ്ടിലായിരിക്കും പിന്നീട് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കുക. അവിടെ 3+1 ആണുള്ളത്. 3 ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷനും +1, അതായത് ഒരു പ്ലേ ഓഫ് സാധ്യതയുമാണുള്ളത്. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓൾറെഡി 3 ടീമുകൾ അവിടെ നിന്ന് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. കാരണം ഹോസ്റ്റിംഗ് നേഷൻസ് എന്ന നിലയിൽ USA, കാനഡയും മെക്സിക്കോ ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ OFC റീജിയൻ, അതായത് ഓഷ്യാന റീജിയനിലെ ഒരു മത്സരങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ 11 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ 2nd റൗണ്ടിൽ കളിച്ചത് 8 രാജ്യങ്ങളാണ്, 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട്. അവിടുത്തെ ഒരു ഫോമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ടീമുകൾ 4 വീതം ഗ്രൂപ്പുകളുള്ള 2 ടീമുകളായിട്ട് കളിച്ചിട്ട് അവിടുത്തെ 2 ടീമുകൾ പിന്നീട് സെമി ഫൈനൽസിലേക്ക് യോഗ്യത നേടും. പിന്നീട് സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനൽ, അങ്ങനെ വിജയിക്കുന്ന ടീമിനാണ് ഒരു സ്പോട്ട്, OFCന്ന് ഒരു സ്പോട്ടേ ഉള്ളൂ, അത് ലഭിക്കുക എന്നുള്ളതാണ്. ഇത്തവണ മുതലാണ് ഒരു സ്പോട്ട് ലഭിക്കാൻ തുടങ്ങിയത്. നേരത്തെ ഒരു പ്ലേ ഓഫ് സ്പോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാണെങ്കിലും അത് ന്യൂസിലൻഡ് സ്വന്തമാക്കുന്നു. ന്യൂസിലൻഡ് 2010 ശേഷം വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ന്യൂ കാലിഡോണിയയാണ് അവർ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. ന്യൂ കാലിഡോണിയെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ സംസാരിച്ചതാണ്. ജോഷുവ സൊട്ടീർ എന്ന് പറയുന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ന്യൂ കാലിഡോണിയൻ ടീമിലേക്ക് ഒരു കോളപ്പ് കിട്ടിയെന്നുള്ളത്. എന്നാണെങ്കിലും ന്യൂ
കാലിഡോണിയയ്ക്ക് ഇനി ഒരു പ്ലേ ഓഫ് മത്സരം കളിക്കാം, ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ്. അതിൽ വിജയിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കും വേൾഡ് കപ്പിലേക്കുള്ള ഒരു യോഗ്യതാ സാധ്യത നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് സംസാരിക്കേണ്ട രണ്ട് കോൺഫെഡറേഷൻസ് യുഎഫ ആൻഡ് കാഫ് ആണ്, അതായത് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. അത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലോട്ടുള്ള ഒക്കെ ഒരു മേഖലയാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാമെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് സനിയ.